Yes, my dear ones. Special നമ്മൾ വേഗം ഒരു within 1 hour geographyയിലെ agriculture 4th chapter agriculture വേഗം cover ചെയ്തു പോകുന്നതായിരിക്കും. So it will be definitely helpful for you. തന്നെത്താൻ ഇരുന്ന് പഠിച്ച 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ തീർക്കോ ബോർഡ് എക്സാമിനൊക്കെ? ചിലപ്പം അവസാനത്തെ ദിവസം തലേന്നാണ് തീർക്കുന്നെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്ക് അധികമാണല്ലേ. വേണേ 2-3 ചാപ്റ്റേഴ്സ് നമ്മൾ ചടപടേന്ന് തീർത്തു പോകും. എവിടെ ഇനിയും കുറെ പേര് കേറാനുണ്ടല്ലോ. കമ്മോൺ. യെസ് 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 വേഗം ഒരു 2 മിനിറ്റോടെ മിസ് വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് വേഗം തുടങ്ങാം. ഓക്കെ. പലർക്കും എക്സാമിന്റെ ടെൻഷൻ. യെസ് ഹായ് നവീൻ. യെസ് വാ വാ വാ. എവിടെ കുറെ പേര് ഇപ്പോഴാണ് വരുന്നത്. യെസ് കമ്മോൺ മൈ ഡിയർ വൺസ്. 8:30 ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ചായ കുടിച്ച് ഫുഡൊക്കെ കഴിഞ്ഞ് വേഗം വരൂ. രാത്രിയാണോ മിസ് ചായ കുടിക്കുന്നതെന്ന് ചോദിക്കരുത്. ഒരു അബദ്ധത്തിൽ ചാടി വീണ് പോയതാ. മിസ് ഒരു ചായ അഡിക്റ്റ് ആണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട്. ഓക്കെ യെസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ. നമ്മള് ഒറ്റ അവർ കൊണ്ട് മിസ്സേ പറക്കാൻ പോവാണോ, സ്പീഡ് വിട്ടടിച്ച് പോകരുത്, അമ്മാതിരി ഒന്നുമല്ല. നമ്മള് സമ്മറി പോലെ ഏറ്റവും എളുപ്പമുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം കവർ ചെയ്ത് വേഗം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കവർ ചെയ്ത് വേഗം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും യെസ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് അറിയാവുന്ന ചാപ്റ്റർ ആണ്, അതിന് ഇറ്റ് വിൽ ബി എൻ ഈസി ചാപ്റ്റർ എന്നൊക്കെ തോന്നിയിട്ടായിരിക്കും എല്ലാവരും പുസ്തകം തുറക്കുക. അപ്പൊ ഇതേ കിടക്കുന്നത് കുറെ സീസൺ, കുറെ ഫാമിംഗ്, ടൈപ്സ് ഓഫ് ഫാമിംഗ്, അത് കഴിഞ്ഞ് കുറെ സ്കീമുകൾ. ഓ മൈ ഗോഡ്, നമ്മൾ വിചാരിച്ച അഗ്രികൾച്ചർ അല്ല ഈ അഗ്രികൾച്ചർ അല്ലേ. പുസ്തകത്താളുകളിൽ നിങ്ങൾ കണ്ട ഇന്ത്യ അല്ല യഥാർത്ഥ ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തലയിൽ ഓക്കെ അഗ്രികൾച്ചർ അല്ലേ, തള്ളി വിട്ടാ മാർക്ക് കിട്ടും അന്ന് വിചാരിച്ച് കയറി വന്നപ്പോൾ കുറെ MCQ ക്വസ്റ്റ്യൻസിനുള്ള സാധനങ്ങളാണ് ഇഷ്ടം പോലെ ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആ സെഷൻ. നമുക്ക് തുടങ്ങാം. സോ വാട്ട് ഈസ് അഗ്രികൾച്ചർ? ഫസ്റ്റ് തിങ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ആണ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ മുകളിൽ തള്ളി വെക്കണ്ട, ടു ഡയറക്റ്റ് പോയിന്റ് എഴുതി തുടങ്ങാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരു ഇൻട്രോ ഒക്കെ കൊടുക്കണ്ടേ, കുറച്ചൊരു തള്ളലൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യണ്ടേ. So the first thing that we have to start, this is like an introductory part both to the chapter and as well as majority essay questions that you will attend. So what is the points? India an agriculturally important country, and we know that 2/3 of the population of India depends on the agricultural fields. So it is a primary activity. Economics lo primary, secondary, tertiary services activities പഠിച്ചിട്ടുണ്ട്, and it is a primary sector. Yes, and food grains not only for our consumption or not only as a staple diet, but it is also a raw materials for various industries. നമ്മൾ manufacturing industries ൽ പഠിച്ചു, agricultural industries are mutually supporting each other. So food grains is also a raw material for various industries. ഏതൊക്കെയാ industries? Let me see in the comment box. Yes, and it is an old age economic activity in our country. പണ്ട് തൊട്ടേ നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇത് അഗ്രികൾച്ചർ ഇസ് ആൻ ഓൾഡ് ഏജ് ആക്ടിവിറ്റി. പണ്ട് തൊട്ടേ നമ്മുടെ കൺട്രിയിൽ ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ബട്ട് റിമെമ്പർ ഇറ്റ് ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ് ആസ് an introductory section of your answers. Yes, so what are the factors that cultivation depends upon? ഒരു ഏരിയയിലെ ഒരു കൺട്രിയിലെ കൾട്ടിവേഷൻസ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്? ഒന്ന്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ എൻവിറോൺമെന്റ്. അവിടെയുള്ള എൻവിറോൺമെന്റ്, മഴ എത്ര കിട്ടും, ചൂട് എത്ര കിട്ടും, വാട്ട് ഇസ് ദ ഹ്യൂമിഡിറ്റി, വാട്ട് ഇസ് ദ മോയ്സ്ചർ കണ്ടന്റ്, വാട്ട് ടൈപ്പ് ഓഫ് സോയിൽ ഇസ് ദർ, ലൈക്ക് ദാറ്റ് ഫിസിക്കൽ എൻവിറോൺമെന്റിനെ ബേസ് ചെയ്തിരിക്കും. ടെക്നോളജിക്കൽ നോളജ്, വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഒരു ഡ്രൈ ലാൻഡ് കണ്ടീഷൻ, അവിടെ കനാൽ ഇറിഗേഷൻ അല്ലെങ്കിൽ മറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് എങ്ങനെയാണ് എന്ന ടെക്നോളജിക്കൽ നോളജ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ പ്രൊഡ്യൂസ് ഫ്രം ദാറ്റ് ലാൻഡ്. സോ വാട്ട് കൾട്ടിവേഷൻ ഇസ് ഡൺ ദർ? ഒരു റെയിൻ ഫെഡ് ക്രോപ്പ് കൊടുക്കണോ, അതോ വിന്റർ ക്രോപ്പ് പ്ലാന്റ് ചെയ്യണോ, ഓർ ലൈക്ക് വാട്ടർ അവൈലബിലിറ്റി മോർ വേണ്ട ക്രോപ്പുകൾ പ്ലാന്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ എന്തിനെ ബേസ് ചെയ്തിരിക്കും? ആ ഒരു ഏരിയയുടെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ടെക്നോളജിക്കൽ നോളജ് ബേസ് ചെയ്തിരിക്കും. ദെൻ സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസസ്. നമ്മൾ കോമൺ ആയിട്ട് ട്രഡീഷണലി നമ്മൾക്ക് ചില പ്രാക്ടീസസ് ഉണ്ട്. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ, ജൂം കൾട്ടിവേഷൻ, നമ്മുടെ ട്രഡീഷണൽ പാറ്റേൺസ് ഒക്കെ ഇതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഇഷ്ടം പോലെ പഠിച്ചു പോന്നിട്ടുണ്ട്. അതേ സാധനം നമ്മൾ ഇനിയും പഠിക്കാനുണ്ട്. യെസ്, സോ സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസസ്, ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൾട്ടിവേഷൻ മെയിൻലി നടക്കുന്നത്. സോ ദീസ് ആർ ദ 3 മെയിൻ ഫാക്ടേഴ്സ്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ്. നമുക്കറിയാം, നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന 2 ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് അല്ലെ. ഒന്നൊരു ട്രഡീഷണൽ വേ ഓഫ് ഫാമിംഗ് ഓർ ഏർലിയർ മെത്തേഡ് ഓഫ് ഫാമിംഗ്. ട്രാക്ടർ സെയിം സാധനത്തിന്റെ ഒരു മോഡേൺ മെത്തേഡ് ഓഫ് ഫാമിംഗ് ആണ്. സോ ഇത് രണ്ടും അപ്ലൈ ചെയ്യുന്ന ടെക്നോളജീസ് വേറെയാണ്.
So similarly, we have different types of farming. ഏതൊക്കെയാണ് different types of farming? 3 type ആണുള്ളത്. അതിൽ first one, primitive subsistence farming. ഒരു ചെറിയ small patches of landil, ഒരു small patches of landil primitive tools use ചെയ്തിട്ട്. What are the primitive tools? നമ്മുടെ കലപ്പയും അരിവാളും വടിയും കുന്തവും ആ മാതിരി ഐറ്റംസ് ഒക്കെ, ഹോയ്, ഡാവ്, ഡിഗിങ് സ്റ്റിക്സ്, ഫാം ഒക്കെ യൂസ് ചെയ്തിട്ട്, അങ്ങനത്തെ പ്രിമിറ്റീവ് ടൂൾസ് യൂസ് ചെയ്ത്, ആൻഡ് അവിടെ കാശിന് ലേബേഴ്സിനെ വെക്കൊന്നുമില്ല, സ്വന്തം ഫാമിലി മെമ്പേഴ്സ്. അപ്പൻ കൃഷിക്കാരനാണെങ്കിൽ ചുമ്മാ കിടന്ന് പുട്ടടിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഒരു കാര്യമില്ല, പറമ്പിലിറങ്ങി പണിയെടുക്കണം എന്നുള്ള കണ്ടീഷനാണ്. ബിക്കോസ് ദ ഫാമിലി ആൻഡ് ഇറ്റ് വാസ് എ കമ്മ്യൂണിറ്റി ലേബർ. സോ വർക്കർ ഫോഴ്സസ് അല്ല മേജർലി, ഫാമിലി തന്നെയാണ് ഒരു ലാൻഡിൽ എല്ലാവിധ വർക്കുകളും ചെയ്യുന്നത്. സോ സ്മോൾ പാച്ചസ് ഓഫ് ലാൻഡിൽ പ്രിമിറ്റീവ് ടൂൾസ് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റി ലേബർ. Then what are the factors that primitive subsistence farming is depending upon? On the monsoon, they don't depend upon irrigational facilities or canal, so they have to depend upon monsoon. Natural fertility of the soil and other environmental conditions. Flood വരുമോ, drought resistant area ആണോ, അതോ drought prone areas ആണോ, flood prone area ആണോ, അങ്ങനത്തെ environmental conditions, fertility, natural fertility of the soil and monsoon, ഈ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് primitive subsistence farming എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിന് നമ്മൾ വേറൊരു പേരും പറയും, സ്ലാഷ് ആൻഡ് ബേൺ കൾച്ചർ, ജും കൾട്ടിവേഷൻ എന്നൊക്കെ പറയും. ജും കൾട്ടിവേഷൻ എന്ന് കൂടുതൽ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിൽ അവർ ചെയ്യുന്നതിന് ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു ലോക്കൽ നെയിം എന്നതുപോലെ കൊടുക്കുന്നതാണ് ജും കൾട്ടിവേഷൻ എന്നുള്ളത്. യെസ്, സോ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. എന്താ ഈ പരിപാടി? ഒരു ലാൻഡ് എടുക്കും, അവിടെ തീയിട്ട് കൂട്ടി കത്തിച്ച് ലാൻഡ് അവൈലബിൾ ടു ഫാം ലാൻഡ് ആക്കി മാറ്റും. അത് കഴിഞ്ഞ് അവിടെ കൃഷി ചെയ്യും. ഒരു 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ പതുക്കെ the fertility of the soil will go down. So they are continuously depending upon natural fertility. So ഈ natural fertility regain ചെയ്യാൻ, to regain the natural fertility, they will be leaving this land and shifting to other piece of land to do the cultivation. So it is known as shifting cultivation. പക്ഷെ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. It will help to improve the fertility of the soil, but limited yield ആണ്. ഒരു കുറച്ച് പോപ്പുലേഷൻ മാത്രമുള്ള ഒരു ഏരിയയിൽ this is possible, since it will only provide limited yield. ആള് കൂടുന്നതിനനുസരിച്ച് തട്ടുന്നതിന്റെ എമൗണ്ടും കൂടുമല്ലേ. So this cultivation is not appropriate for a huge population area. ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് ഈ പരിപാടി നടക്കില്ല. അപ്പൊ പിന്നെ അവിടെ എന്താ ചെയ്യാറ്? Let's look into that. ഇതാണ് നമ്മൾ കണ്ട ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഒരു പെർട്ടിക്കുലർ ഏരിയ എടുത്തു, ഫാമിങ്ങിന് സെലക്ട് ആയി, അവിടെ ഒരു 1 to 3 years ഒക്കെ ക്രോപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് അടുത്ത ഏരിയ സെലക്ട് ചെയ്യുന്നു, ഇവിടെ നാച്ചുറൽ ഗ്രോത്തിന് വിട്ടുകൊടുത്തിട്ട് അടുത്ത ഏരിയയിലേക്ക് പോകുന്നു. സോ ഈ ഒരു ഏരിയയുടെ നാച്ചുറൽ ഫെർട്ടിലിറ്റി, ഹ്യൂമസ് കപ്പാസിറ്റീസ് ഒക്കെ പതുക്കെ റീഗെയിൻ ചെയ്തു വരും. ഓക്കെ, സോ ഇത് വളരെ കുറച്ചു പേര് മാത്രം താമസിക്കുന്ന ഓർ കുറച്ച് പോപ്പുലേഷൻ മാത്രമുള്ള ഒരു ഏരിയയിൽ സെറ്റാണ്. So what about a high intense populated areas? നമ്മുടെ ഇന്ത്യ പോലത്തെ കൺട്രികളിൽ is this possible? നമ്മളിങ്ങനെ കുതിച്ചു വായാണ് പോപ്പുലേഷന്റെ കാര്യത്തിൽ, അല്ലെ? പലരുടെയും ജീവിത മോട്ടീവ് ഒക്കെ തന്നെ എന്താ അവിടെ എന്ന് ചോദിച്ചാൽ, ഒരു കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ, അങ്ങനെ കുറെ മോട്ടിവേഷൻ ഉള്ള ഒരു ഇഷ്ടം പോലെ ഈ ക്ലാസ്സിലില്ലേ? ഉണ്ട്. സോ പോപ്പുലേഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയിൽ, ഹൈ ഇന്റൻസ് പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയയിൽ വാട്ട് വി വിൽ ഡു? ആ ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് ഇന്റൻസീവ് ഫാമിംഗ്. ഹൈ പോപ്പുലേഷൻ പ്രഷർഡ് റീജിയനിൽ then it will be an inherited land. What is that? ഒരാൾക്ക് ലാൻഡ് ഉണ്ടാകും, അവർക്ക് ഒരു 5-10 മക്കൾ ഉണ്ടാകും, ആ മക്കൾക്ക് മുഴുവനായിട്ട് ഒരു 10 acre ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 10 acre land they will be using that land for farming, and they don't have an alternative source of livelihood. വേറൊരു പണിക്ക് പോകാനുള്ള കഴിവില്ല, മേ ബി വേറൊരു പണിയില്ല, അല്ലെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസമില്ല. സോ they are completely depending upon agricultural income. They are completely depending upon agricultural income. So അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ലാൻഡിന്റെ മേളിലുള്ള എക്കണോമിക് പ്രഷർ ഇൻക്രീസസ്. സോ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ലാൻഡിൽ നിന്ന് ഇത്രയും പേർക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ വാട്ട് ദേ വിൽ യൂസ്? ഹൈ ഡോസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷണൽ മെത്തേഡ്സ്. വൈ ഇറിഗേഷണൽ മെത്തേഡ്സ്? നാച്ചുറലി വാട്ടർ അവൈലബിലിറ്റി ഉള്ള ലാൻഡിൽ മാത്രം കൃഷി ചെയ്താൽ പോരാ. വി ഹാവ് ടു എക്സ്റ്റെൻഡ് ദ അഗ്രികൾച്ചർ ടു ഡ്രൈ ലാൻഡ് ഏരിയാസ് ടു. സോ ഡ്രൈ ലാൻഡ് ഏരിയയിലേക്ക് അഗ്രികൾച്ചർ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ irrigation is needed. So more product will be getting. So high dose fertilizers, irrigation, and it is labor intensive.
ഒരുപാട് ലേബേഴ്സ് യൂസ് ചെയ്തിട്ടുമായിരിക്കും ദിസ് വിൽ ബി ഡൺ. രണ്ട് രീതിക്ക് ഇത് ലേബർ ഇന്റൻസീവ് ആണ്. ഒന്ന് മരുന്നടിക്കാനും കളപറിക്കാനും ഇങ്ങനെ ഇറിഗേഷനും ഒക്കെ ഒരുപാട് പേര് വേണം. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞു ഒരാളുടെ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ആണ്, കുറെ മക്കളുണ്ട്, ആ മക്കൾ മുഴുവൻ ആ ലാൻഡിൽ തന്നെ ആയിരിക്കും പണിയെടുക്കുന്നുണ്ടാവുക. So in both cases it is a labor intensive. So they will be following multi-cropping. ഒരു particular ലാൻഡിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ what we should do? We should be sticking towards to multi-cropping pattern or multi-cropping system. So similarly, intensive farming is done by multi-cropping. So it is high production and high yield but uneconomical land holding size. ഒരു അൺഎക്കണോമിക്കൽ ആണ്, കുറച്ച് ലാൻഡിൽ നിന്ന് കുറേ പ്രൊഡക്ടിവിറ്റി വേണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഇന്റൻസീവ് ഫാമിംഗ്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? സോയിൽ ഫെർട്ടിലിറ്റി വിൽ ഡിക്രീസ് ഗ്രാജുവലി. എന്ത് സംഭവിക്കും? സോയിൽ ഫെർട്ടിലിറ്റി വിൽ ബി ഡിക്രീസിങ് ഗ്രാജുവലി. സോ ദിസ് ഇസ് എ ബാഡ് എഫക്ട് ഫോർ ഇന്റൻസീവ് ഫാമിംഗ്. സോ ഇത് രണ്ടും കഴിഞ്ഞു, പ്രിമിറ്റീവ് ഫാമിംഗ് കഴിഞ്ഞു, ഇന്റൻസീവ് ഫാമിംഗ് കഴിഞ്ഞു. ഇനി ഒരാളും കൂടെ ഉണ്ട്. വാട്ട് ഇസ് ദാറ്റ്? കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഇത് കുറച്ചും കൂടെ വലിയ പുള്ളിയാണ്, കാശിന് വേണ്ടി തന്നെ കൃഷി ചെയ്യുന്ന ഒരു പരിപാടി. സോ വാട്ട് ഇസ് ദാറ്റ്? It will be using modern inputs like hybridized varieties of seeds, chemical fertilizers, and the commercial farming will be varies according to region. Commercial farming ഒരു regionil നിന്ന് മറ്റൊരു regionിലേക്ക് vary ചെയ്തുകൊണ്ടിരിക്കും. What is that? This is the example for that. Wheat is a subsistence crop in Uttar Pradesh. അവരുടെ ഡെയിലി ഡയറ്റിനുള്ള ക്രോപ്പാണ് വീറ്റ്. അവർ വീറ്റ് ഉണ്ടാക്കുന്നത് സ്വന്തം വയറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ബട്ട് മധ്യപ്രദേശ് ഇറ്റ് ഇസ് എ കൊമേഴ്ഷ്യൽ ക്രോപ്പ്. അവർക്കത് പുറത്തേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്, ട്രേഡ് യൂസേഴ്സിന് വേണ്ടി എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ്സിലേക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മധ്യപ്രദേശ് മേജർലി വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ കൊമേഴ്ഷ്യൽ ക്രോപ്പ് ഇൻ മധ്യപ്രദേശ്. നമ്മുടെ റൈസിന്റെ കാര്യത്തിലും സിമിലർ പാറ്റേൺ ഉണ്ട്. റൈസ് ഇസ് എ സബ്സിസ്റ്റൻസ് ക്രോപ്പ് ഇൻ ഒഡീഷ. ഒഡീഷയിലെ റൈസ് ഒരു സബ്സിസ്റ്റൻസ് ക്രോപ്പ് ആണ്, അവനവന് വേണ്ടി സ്റ്റേബിൾ ഡയറ്റ് ആണ് അവിടുത്തെ. ബട്ട് പഞ്ചാബ് ആൻഡ് ഹരിയാന അവരുടെ സ്റ്റേബിൾ ഡയറ്റ് എന്താ? മേജർലി വീറ്റ് ആൻഡ് ബാർലി ആണ്. സോ പഞ്ചാബ് ആൻഡ് ഹരിയാനയുടെ ഡയറ്റ് റൈസ് ഇസ് എ commercial crop, വിൽക്കാൻ വേണ്ടി, for market and industry. So what is the feature of a commercial farming? It is exclusively for industry and market. And അതിലുള്ളൊരു എക്സാമ്പിൾ ആണ് പ്ലാന്റേഷൻ. ഒരു ലാർജ് ഏരിയയിൽ ഒരു സിംഗിൾ ക്രോപ്പ് ഡെവലപ്പ് ചെയ്ത് വളർത്തി വലുതാക്കി അത് പ്രോസസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആക്കി വിൽക്കുന്നതാണ് പ്ലാന്റേഷന്റെ ഒരു ഹോൾ പ്ലാന്റേഷൻ ഇസ് ദാറ്റ്, റൈറ്റ്? സോ പ്ലാന്റേഷൻസ് ആണ് കൊമേഴ്ഷ്യൽ ഫാമിങ്ങിന് ഒരു എക്സാമ്പിൾ. സോ ഈ കൊമേഴ്ഷ്യൽ ഫാമിങ്ങിന് ആരുടെ ബാക്കപ്പ് വേണം? ചുമ്മാ ഒരു ഏതെങ്കിലും ഒരു കാട്ടുമുക്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ടീ പ്ലാന്റേഷൻസ് ഒക്കെ വളർത്തുന്നു. പക്ഷെ ഈ ടീ കയറ്റി വിടാൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമുക്കില്ല. ആ റോഡിൽ അങ്ങോട്ടേക്ക് റോഡ് പോവില്ല, വണ്ടി പോകില്ല, ഒരു ഫെസിലിറ്റീസും ഇല്ല, അടുത്തെങ്ങും പ്രോസസ് ചെയ്യാൻ ഇൻഡസ്ട്രിയും ഇല്ല. സോ വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് ദാറ്റ് crop or product? It can't be processed. So commercial farming need a network of transport and processing industries. ചുമ്മാ എവിടെയെങ്കിലും പോയി കൃഷി ചെയ്താൽ മാത്രം പോരാ. It should have backup support. എന്ത് വേണം? ഒരു ട്രാൻസ്പോർട്ട്, ഒരു പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വേണം, ഒരു പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് വേണം. So these two are the basic backup needs of a commercial farming. So അങ്ങനെയാണെങ്കിൽ പ്ലാന്റേഷൻ ക്രോപ്പ് നമ്മൾ പഠിച്ചു. പ്ലാന്റേഷൻ ആണ് കൊമേഴ്ഷ്യൽ ക്രോപ്പിന്റെ ഒരു എക്സാമ്പിൾ. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാന്റേഷൻ എന്താണെന്ന് പഠിക്കാം. ഇറ്റ് ഈസ് ഗ്രോയിങ് എ സിംഗിൾ ക്രോപ്പ് ഓൺ എ ലാർജ് ഏരിയ. ഒരു വൈഡ് ഏരിയയിലേക്ക്, നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ഡൈവേഴ്സിറ്റി ഒക്കെ കളഞ്ഞിട്ട് ഒരു വൈഡ് ഏരിയയിലേക്ക് ഒരു സിംഗിൾ ക്രോപ്പ് നട്ടുപിടിപ്പിക്കുന്നതാണ് പ്ലാന്റേഷൻ. സോ ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അഗ്രികൾച്ചർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഒരു ലേറ്റ് പീരീഡ്സ് അഗ്രികൾച്ചർ വാസ് ഫോർ സബ്സിസ്റ്റൻസ് അല്ലെ. അഗ്രികൾച്ചർ വാസ് മെയിൻ ഐഡിയ ഓഫ് അഗ്രികൾച്ചർ വാസ് സബ്സിസ്റ്റൻസ്. വയറ് നിറയ്ക്കാനുള്ള പരിപാടിയായിരുന്നു അഗ്രികൾച്ചറിന്. പക്ഷെ കൊമേഴ്ഷ്യൽ ക്രോപ്പിംഗ് അല്ലെങ്കിൽ പ്ലാന്റേഷൻസ് വന്നപ്പം ഇറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. കംപ്ലീറ്റ് ആയിട്ട് ഇൻഡസ്ട്രി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അഗ്രികൾച്ചർ വയറ് നിറയ്ക്കാനുള്ള ഐഡിയോളജിക്ക് അല്ല, ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള അഗ്രികൾച്ചർ ആണ്. സോ ഇറ്റ് ഇസ് എൻ ഇന്റർഫേസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. സോ ഹൗ ഇറ്റ് ഇസ് ഡൺ വിത്ത് ദ എയ്ഡ് ഓഫ് ക്യാപിറ്റൽ ഇൻപുട്സ് ആൻഡ് മൈഗ്രന്റ് ലേബേഴ്സ്. തോട്ടം തൊഴിലാളി സമരങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ ഒരു മൈഗ്രന്റ് ലേബേഴ്സ് ഒരുപാട് പേര്. ആൻഡ് വെൻ വി ഹാവ് സ്റ്റഡീഡ് കൊളോണിയലിസം, ഇവിടുന്ന് ആഫ്രിക്കയിൽ നിന്ന് കുറെ പേരെ പ്ലാന്റേഷൻ ക്രോപ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി യൂറോപ്പിലേക്കും അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കൻ റീജിയൻസിലേക്കും ഒക്കെ കൊണ്ടുപോയ കഥ നമുക്കറിയാം. യൂറോപ്യൻസ്
കൊളോണിയലിസത്തിന്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ പ്ലാന്റേഷൻ ക്രോപ്പിലേക്കുള്ള വർക്കേഴ്സിന്റെ മൈഗ്രേഷനും അത് റിലേറ്റഡ് ഇഷ്യൂസും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. So what are the aids of a plantation crop? Capital intensive inputs and migrant labors. So the produce is used as a raw material in industries. Industries are raw material ആയിട്ടാണ് produce use ചെയ്യുന്നത്. What are the examples? Tea in Assam. ആസാമിൽ മാത്രമല്ല നമ്മുടെ മൂന്നാറിലും ഉണ്ട് മിസ്സേ എന്ന് പറയുന്നത് ഹ്യൂജ്ലി പ്രൊഡക്ഷൻ ഇൻ ആസാം. കോഫി ഇൻ നോർത്ത് ഈസ്റ്റ് ആൻഡ് കർണാടക, ബനാന ഇൻ സൗത്ത് ഇന്ത്യ, ബാംബു ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. So these are the major examples for the plantation crops, and so we have completed 3 types of farming. 3 type of farming ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സോ 3 ടൈപ്പ് ഓഫ് ഫാമിംഗ് ഉണ്ട്. കഴിഞ്ഞു എന്ന് വിചാരിച്ച് ബുക്ക് അടയ്ക്കണ്ട. ക്രോപ്പിംഗ് പാറ്റേൺ ഒരു പരിപാടി ഉണ്ട്. അതായത് ഏത് സമയത്ത് ഏത് വിത്ത് കൊണ്ട് ഇടണം എന്നുള്ള ബേസിക് ഐഡിയ. That idea is the evolution of agriculture. എപ്പം എന്ത് വിതയ്ക്കണം, what should be sown at what time and what time it should be harvested. ഇത് ചുമ്മാ നമുക്ക് കേൾക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ടല്ലേ, പക്ഷെ ഇത് നമ്മുടെ ഫോർഫാദേഴ്സ് കുറെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു റിസർച്ച് തിയറിയാണ് ഇത്. എപ്പ കൊണ്ട് വിതയ്ക്കണം, എപ്പ കൊണ്ട് നടണം, എപ്പ തിരിച്ചെടുത്തോണ്ട് വരണം എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് അവർ ക്രോപ്പിംഗ് പാറ്റേൺസ്. എന്താണ് എന്തൊക്കെ ക്രോപ്പിംഗ് പാറ്റേൺസ് ഉണ്ട് എന്ന് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഇത് കേൾക്കുമ്പോൾ കുറെ പേര് പറയും, മാം ഇത് ഭയങ്കര ടഫ് പോർഷനാണ് മാം, 3 ഒരു ക്രോപ്പിംഗ് പാറ്റേൺ, പിന്നെ അതിന്റെ അടിയിൽ കുറെ സ്റ്റേറ്റ്, അതിന്റെ അടിയിൽ കുറെ മേജർ ക്രോപ്സ്, പിന്നെ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ്. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിഞ്ഞു പോകുന്നു. പക്ഷെ നമുക്ക് തല തിരിയണ്ട. നമുക്ക് പെട്ടെന്ന് അഗ്രികൾച്ചറിൽ നിന്നും സോഷ്യൽ ക്ലാസ്സിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് പോവാം. ഒരു വീട്ടിൽ 3 ആൾക്കാരുണ്ടായിരുന്നു, 3 സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. മൂത്ത ആളുടെ പേര് റാബി, രണ്ടാമത്തത് പുത്രനോ പുത്രിയോ സെയ്ദ്, മൂന്നാമത്തത് ഖാരിഫ്. ഓക്കെ, മൂത്ത ആളുടെ പേര് റാബി. ഈ മൂത്ത പുത്രന്മാർക്കും പുത്രിമാർക്കും ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാവും. they will be always cool. Any conditions they will be suffering. Okay, അച്ഛൻ പറഞ്ഞു, like the father will be saying that you can't go to the store, no you can't go, and we'll be like okay father, then it's fine, okay fine, let me adjust. Every time they will be cool, like they will be the adjusting part, and they will be sometimes ഈ കടിഞ്ഞൂൽ പൊട്ടന്മാര് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും അടിയും തൊഴിയൊക്കെ കിട്ടിയാൽ മേടിച്ചുകൊണ്ട് വരിക എന്നുള്ളൊരു ചെറിയ ഫാക്ടർ അവിടെ ഉണ്ടാവും. നമ്മുടെ കോമൺ സിനിമകളൊക്കെ എടുത്തു നോക്ക്. ആദ്യത്തെ മോൻ ഒരു പാവം അമ്മയ്ക്കും അച്ഛനും ഒക്കെ അനുസരിച്ച് നിൽക്കുന്ന ഒരു നല്ല കുട്ടിയായിരിക്കും. സോ റാബി ഈസ് ഓൾവേസ് കൂൾ. സോ ഇറ്റ് ഈസ് എ വിന്റർ ക്രോപ്പ്. ഇറ്റ് ഈസ് സോൺ ഇൻ വിന്റർ, ഒക്ടോബർ ടു ഡിസംബർ പീരീഡിലാണ്. ആൻഡ് ഒരു 6 month ഗ്യാപ്പ് സമ്മറിൽ ഏപ്രിൽ ടു ജൂണിൽ ഹാർവെസ്റ്റ് ചെയ്യും. സോ റാബി ഫസ്റ്റ് വൺ കൂൾ, സോൺ ഇൻ വിന്റർ ആൻഡ് ഹാർവെസ്റ്റഡ് ഇൻ സമ്മർ. സോ രണ്ടാമതൊരു മുതൽ വരും, അതൊരു 1.5 മുതലായിരിക്കും. എന്ത് കാര്യത്തിന് റിബല്യസ് ആയിരിക്കും അല്ലെ. ഇന്നതിന് പോണ്ട, അതെന്താ ഞാൻ പോയാലും, നീ ഇന്ന ആളോട് ഇന്ന പോലെ സംസാരിച്ചു, ഞാൻ സംസാരിക്കും, എന്തിനാ അവർ എന്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ വരണേ. അമ്മാവന്മാരെയും പേടിയില്ല, അമ്മായിമാരെയും വിളി തർക്കുത്തരം പറയാൻ വേണ്ടി ഒരു മുതലുണ്ടാവും. മേജർ വീടുകളിലും രണ്ടാമത്തെ മുതലുകൾ ഇങ്ങനെ ആയിരിക്കും, ഓൾവേസ് റിബല്യസ്, ഹോട്ട്. സോ ദ സെക്കൻഡ് സീസൺ ഇസ് സെയ്ദ് ആൻഡ് ഇറ്റ് ഇസ് എ സമ്മർ ക്രോപ്പ് ആൻഡ് ഇറ്റ് ഇസ് ഹോട്ട്. സോ പഠിച്ചോ, സെക്കൻഡ് സീസൺ ഇസ് സെയ്ദ്, സമ്മർ ക്രോപ്പ് ആൻഡ് ഇറ്റ് ഇസ് ഹോട്ട്. അങ്ങനെ ആദ്യത്തെ മകൾ പാവം കൂൾ, രണ്ടാമത്തത് എന്തിനു റിബല്യസ്, ഞാൻ ഈ നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ നന്നാക്കിയിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള പോലെ ഒരു റിബല്യസ് ഹോട്ട് ക്യാരക്ടർ. ഇനി മൂന്നാമതെണ്ണം വരും, ദ ലോവസ്റ്റ് ചൈൽഡ്, ഏറ്റവും യങ്ങസ്റ്റ് ചൈൽഡ്. എല്ലാ ലംബും കാണിക്കും, പക്ഷെ ഇങ്ങനെ പതപ്പിച്ച് നിൽക്കും. അല്ലെ, വീട്ടുകാർക്ക് എല്ലാവർക്കും പെറ്റായിരിക്കും. he or she will be doing all the naughtiest things in the world, craziest things in the world. നമ്മുടെ വീട്ടിലൊക്കെ ഏറ്റവും അവസാനത്തെ മുതലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എല്ലാ ഉടായ്പും കളിക്കും. പക്ഷെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര കാര്യമായിരിക്കും. ഈ പുള്ളി ടൂർ പോകാൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, മമ്മി അല്ല അമ്മച്ചി ഞാൻ ഇന്ന ഒരു ഏരിയ പോകുന്നത്, അവിടെ ഒരു വലിയ അമ്പലം അല്ലെ പള്ളി, ഒരു 500 രൂപ തന്ന വേണേ, അവിടുത്തെ നേർച്ചയ്ക്കൊക്കെ വലിയ കാര്യം എന്നാ കേട്ടെ, തന്നാ ഞാൻ ഇട്ടിട്ട് വരാം, അപ്പൊ മോനെ പോക്കറ്റ് മണിയും പോകാനുള്ള പൈസയും അമ്മച്ചി തരാം, അമ്മച്ചി ഇല്ലേ മക്കളെ. സോ ഈ ഒരു ടൈപ്പ് ആയിരിക്കും, ഓൾവേസ് ഇങ്ങനെ പതപ്പിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. എല്ലാവരെയും പതപ്പിച്ച് നിൽക്കുമ്പോൾ എല്ലാ കാര്യവും നേടിയെടുക്കും, എന്നാൽ എല്ലാ ഉടായ്പ കളിക്കുകയും ചെയ്യും. സോ ഈ പതപ്പിച്ച് നിൽക്കാൻ നമുക്ക് എന്ത് വേണം, സോപ്പ് മാത്രം പോരാ, വെള്ളവും കൂടെ വേണം. സോ ഖാരിഫ് ഇസ് എ വെറ്റ് ക്രോപ്പ്. വെറ്റ് സീസണിൽ സോ ചെയ്ത ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും ഹാർവെസ്റ്റ് എടുക്കുന്ന ക്രോപ്പാണ്, ക്രോപ്പിംഗ് പാറ്റേൺ ആണ് ഖാരിഫ് ക്രോപ്സ്. സോ ഇറ്റ് ഇസ് എ വെറ്റ് ക്രോപ്പ് ആൻഡ് സോൺ ഇൻ മൺസൂൺ
and harvested in September to October period. So, മൂന്ന് പേര് ആദ്യത്തേത് റാബി കൂൾ എന്ന് ആലോചിച്ചു കൂൾ ഏതാ വിന്റർ മന്ത്. സോ വിന്റർ സോൺ സമ്മർ ഹാർവെസ്റ്റഡ്. വിന്റർ മന്ത്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒക്ടോബർ ടു ഡിസംബർ, ഹാർവെസ്റ്റഡ് ഇൻ ഏപ്രിൽ ടു ജൂൺ. രണ്ടാമത്തേത് സെയ്ദ് ഹോട്ട് ആണ്, സമ്മർ ക്രോപ്പ് ആണ്, സമ്മർ സീസണിൽ ഒരു ചെറിയ ഡ്യൂറേഷനുള്ള ക്രോപ്പാണ്. ഈ രണ്ടാമത്തേത് മൂന്നാമത്തെ മക്കളുടെ ഇടയിൽ ഒരു നടുക്കഷ്ണം പോലെ പെട്ടെന്ന് വന്ന് ചാടി ഒരു മതിലാണ്, കുറച്ച് ടൈം പീരീഡേ ഉള്ളൂ. അത് കഴിഞ്ഞ് മൂന്നാമത്തേത് ഖാരിഫ്, ഇറ്റ്സ് എ വെറ്റ് ക്രോപ്പ്, സോൺ ഇൻ മൺസൂൺ, ഹാർവെസ്റ്റഡ് ഇൻ സെപ്റ്റംബർ ടു ഒക്ടോബർ പീരീഡ്. ഇത്രയും ഭയങ്കര ക്ലിയർ ആയോ? തറോ ആയോ? യെസ്. അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് അല്ലെങ്കിൽ കുറെ പേര് കൈ കെട്ടിയിരിക്കാതെ ഒച്ചയ്ക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. ഓക്കെ, സോ 3 സീസൺസ്, 3 ക്രോപ്പിംഗ് പാറ്റേൺസ്, റാബി, സെയ്ദ് ആൻഡ് ഖാരിഫ്. സോ യെസ്, ഹിയർ കംസ് ദ ചാർട്ട്. സാർ അടിയിലത്തെ സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കോ അരുൺ സാറേ. യെസ് യെസ്. സോ ക്രോപ്പിംഗ് പാറ്റേൺസിൽ ഓക്കെ, ക്രോപ്പിംഗ് പാറ്റേൺസ് മൂന്ന് റാബി, സെയ്ദ്, ഖാരിഫ്, ഈ 3 സാധനം നമ്മൾ പഠിച്ചു. ഈ പോർഷൻ നമ്മൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഈ പോർഷൻ നമ്മൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. എപ്പ വിതയ്ക്കും എപ്പ കൊയ്യും എന്നുള്ളത്. റൈറ്റ്, വി കംപ്ലീറ്റഡ് ദിസ് പോർഷൻ. സോ ഇമ്പോർട്ടന്റ് ക്രോപ്സ്, അത് അടുത്ത തലവേദന. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ റബ്ബർ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലം ഓർമ്മ വരുന്നുണ്ടോ? അത് കൂടുതൽ നോർത്തേൺ പോർഷൻസ് അല്ലേ. അപ്പൊ നമുക്ക് വേഗം എങ്ങോട്ട് പോകാം, ഒരു ബോളിവുഡ് മൂവിയുടെ സീൻ പോകാം. സോ നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ഒരു സ്റ്റേപ്പിൾ ക്രോപ്പ് വീറ്റ് ആയിരിക്കും, പിന്നെ ബാർലി ഉണ്ടാവും, വീറ്റ് ബാർലി ഉണ്ട്. പിന്നെ പഴയ സിനിമകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദിൽവാലെ ദുൽഹനിയയിലൊക്കെ ഷാറുഖ് ഖാൻ ഇങ്ങനെ കൈവിരിച്ച് നിൽക്കുന്നതും നമ്മുടെ ചംചമിൽ അവർ ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഈ ഒരു മഞ്ഞ പൂ വിരിഞ്ഞ പാടം, ആ പാടമാണ് മസ്റ്റാർഡ് സീഡ്സ്. ദാറ്റ് ഇസ് മസ്റ്റാർഡ് ഫീൽഡ്സ്. സോ വീറ്റ്, ബാർലി ആൻഡ് ദേ ഹാവ് എൻ ഓയിൽ സീഡ് മസ്റ്റാർഡ്. ഈ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി മാത്രം കൂട്ടി കഴിക്കാൻ പറ്റും എല്ലാ ദിവസവും, സൈഡ് ഡിഷ് ഒക്കെ വേണ്ടേ. സോ വി ഹാവ് പി ആൻഡ് ഗ്രാം, PG. സോ ദേ ഹാവ്, എന്തൊരു ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ്. സോ ദേ ഹാവ് P and G, P and gram. So wheat, barley, P, gram and നമ്മുടെ ഡാൻസ് കളിക്കുന്ന സ്ഥിരസ്ഥലം മസ്റ്റാർഡ്. സോ ഏതാ റീജിയൻ? നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ. റബ്ബർ ആലോചിച്ച് പഞ്ചാബൊക്കെ അങ്ങ് ആലോചിച്ച് വെച്ചേക്കാം. സോ നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ ഇസ് എ റീജിയൻ. സോ വിച്ച് ഇസ് ദ സ്റ്റേറ്റ്സ്? നോർത്തിൽ ഏകദേശമുള്ള സ്റ്റേറ്റ്സ് പഞ്ചാബ് ആൻഡ് ഹരിയാന. ഞാൻ പറഞ്ഞിട്ടുണ്ട് പഞ്ചാബ് വരുന്നിടത്തൊക്കെ ഒരുവിധം ഒക്കെ ഹരിയാന ഉണ്ടാവും. ഇവരൊരു ഭയങ്കര ബെസ്റ്റീസ് പോലെയാണ്. ഓൾമോസ്റ്റ് ജോഗ്രഫിക്കൽ കണ്ടീഷൻസ്, പോളിസീസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ അഗ്രികൾച്ചർ ഫീൽഡ്സിലൊക്കെ എല്ലായിടത്തും പഞ്ചാബ് ഉണ്ടോ, ഹരിയാനയും കൂടെ ഉണ്ട്. Then we have ഹിമാചൽ പ്രദേശ് ആൻഡ് ജമ്മു കാശ്മീർ, മുകളിലുള്ള 2 പേർ. ആൻഡ് ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് ആൻഡ് ഉത്തർപ്രദേശ്. സോ 4 സ്റ്റേറ്റ് പഞ്ചാബ്, 5 സ്റ്റേറ്റ് പഞ്ചാബ്, ഹരിയാന എപ്പോഴും ഒരുമിച്ച്. പിന്നെ ഏറ്റവും മുകളിലുള്ള 2 പേർ തണുത്ത് വിറച്ച് വിന്ററൊക്കെ അല്ലേ. തണുപ്പെന്ന് പറയുമ്പോൾ ഏതാ ഓർമ്മ വരുന്നത്? ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ ആൻഡ് ഉത്തരാഖണ്ഡ്. പിന്നെ അതിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന UP. സോ ദീസ് ആർ ദ മേജർ സ്റ്റേറ്റ്സ്. ആൻഡ് തണുപ്പ് മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ഇടയ്ക്കൊക്കെ മഴ പെയ്താലല്ലേ ചെടി വളരുള്ളൂ. സോ വിന്റർ റെയിൻസ് ഡ്യൂ ടു വെസ്റ്റേൺ ടെമ്പറേറ്റ് cyclones are providing them the enough rainfall, evenly distributed rainfall for the growth. And green revolution has caused the spread of these particular rabi crops into the areas of Punjab, Haryana, western UP and Rajasthan. രാജസ്ഥാനിലേക്കൊക്കെ അപ്പൊ എങ്ങനെയായിരിക്കും ഈ ക്രോപ്പുകൾ മെയിൻലി കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക? 1, ഇതിനുള്ള വാട്ടർ അവൈലബിലിറ്റി കുറവായിരിക്കും. ആൻഡ് പാരലലി ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറിഗേഷണൽ ഫെസിലിറ്റീസിന്റെയും കൂടെ ഉദ്ദേശമാണ്. അങ്ങനെയാണ് രാജസ്ഥാനിൽ ഈ പുള്ളികളൊക്കെ എത്തിയത്. സോ റാബി ഏതൊക്കെ ക്രോപ്പ് പഠിച്ചു? വീറ്റ്, ബാർലി, പി, ഗ്രാം, മസ്റ്റാർഡ്. ഏതാ റീജിയൻ? നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റ്. സ്റ്റേറ്റ്സ് ഏതൊക്കെയാ? റബ്ബറിന്റെ സ്റ്റേറ്റ്സ് ആലോചിക്കുക, പഞ്ചാബ്, ഹരിയാന. പിന്നെ തണുപ്പിന്റെ സ്റ്റേറ്റ്സ് ആലോചിക്കുക, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്. പിന്നെ അടുത്തൊരു UP കിടപ്പില്ലേ, വീറ്റ് അവരും തിന്നട്ടെ. യെസ്. സോ മഴ എവിടെ നിന്ന് കിട്ടും? വിന്റർ റെയിൻസ് ഡ്യൂ ടു വെസ്റ്റേൺ സൈക്ലോൺസ് ആൻഡ് സ്പ്രെഡ് ഡ്യൂ ടു ഗ്രീൻ റെവല്യൂഷൻ. യെസ്. സോ അത് കഴിഞ്ഞ് സെയ്ദ് പഠിക്കാൻ ഭയങ്കര എളുപ്പം. സെയ്ദ് ക്രോപ്സ്. I want to take you to an outside environment where you are roaming around with your friends for a shopping. And it was a hot summer. It's a really hot summer. And you're sweating out. And you're so much thirsty. And you entered your house or you went to a juice shop. And what will you order? Or not a juice shop. You entered into a bakery. So what you will order? 1 cup of tea
1 cup of coffee. What you will be interested to have? അതാണ് ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ്. ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കിക്കേ, ചൂടുള്ളൊരു ദിവസം എന്തൊക്കെ കുടിക്കണം. വാട്ടർ മെലൺ, മസ്ക് മെലൺ, കുക്കുംബർ സാലഡ്, സാലഡ് വിത്ത് വെജിറ്റബിൾസ്. ആൻഡ് ബി കൈൻഡ്. നമ്മൾ മാത്രം തിന്നാ പോരാ, കൂടെയുള്ള പാവം വീട്ടിലുള്ള അനിമൽസിനൊക്കെ വല്ലതും കൊടുക്കണം. സോ ഫോഡർ. സോ ദീസ് ആർ ദ മേജർ ക്രോപ്സ് ഓഫ് സെയ്ദ്: വാട്ടർമെലൺ, മസ്ക് മെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ് ആൻഡ് ഫോഡർ. ഈ 4 സാധനം നമുക്ക് തിന്നാൻ ആഗ്രഹമുള്ളത് സമ്മറിൽ. ആൻഡ് 5ാമത്തേത് പാവമൃഗങ്ങൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. സോ ഖാരിഫ്, ദ നെക്സ്റ്റ് വൺ, വെറ്റ്. യെസ്, വെറ്റ് സീസൺ. നേരെ താഴേക്ക് പോലെ നമുക്ക് മഴ കിട്ടുന്നത് എവിടെയാ? സൗത്ത് ഇന്ത്യ. come to the South India. I want to bring you to the Tamil, Malayalam, Telugu, Kannada movies. Major scene എവിടെയാ? Paddy fields, maize fields. Maize fields ഉണ്ട് ഇഷ്ടം പോലെ മൂവീസിൽ. തെലുങ്കു, കന്നഡ, തമിഴ് മൂവീസിലൊക്കെ ഇഷ്ടം പോലെ maize fields ഉണ്ട്. So these are the major cereals of southern part or kharif crops. Kharif crops in the main cereals ആണ് paddy and maize. അപ്പുറത്ത് wheat and barley, താഴെ paddy and maize. And what are the pulses? Side dish വേണം നമ്മൾ പറഞ്ഞല്ലേ. Tur, moong and urud. These are the 3 pulses. Tur, moong and urud. Then tum എന്ന് ആലോചിച്ച് വെച്ചോളാം. ഹിന്ദിയാണ്, പക്ഷെ നമുക്ക് തൽക്കാലം കടമെടുക്കാം. അങ്ങനെയൊന്നുമില്ല നമുക്ക്. And we are much, and the areas where they cultivate kharif are much more advanced. They are not only concerned about food, but they are also concerned about dress. So we have fiber. Which are the fiber crops? Cotton and jute. And they are also, അവിടെ മസ്റ്റാർഡ് എണ്ണ കറിയൊക്കെ വെക്കണമെങ്കിൽ എണ്ണ ഒഴിക്കണമല്ലോ. സോ എണ്ണയ്ക്ക് സാധനം വേണം. ഓയിൽ സീഡ്സ്, we need oil seeds. For that we have groundnut, soya bean as an oil seed. And majorly sugarcane is also cultivated in Kharif. Sugarcane ഒരു ലോങ് ഡ്യൂറേഷൻ ക്രോപ്പാ. ഒരു 1 year ഒക്കെ എടുക്കും ഷുഗർകെയിൻ എടുത്തു വരാൻ. സോ നമുക്ക് ഇവിടെ ഖാരിഫിലും കിട്ടും. സെയ്ദൊക്കെ ആകുമ്പോഴേക്കും ഷുഗർകെയിൻ നമുക്ക് ഒരുവിധമൊക്കെ വിളവെടുക്കാൻ കിട്ടും. വി ക്യാൻ ഹാർവസ്റ്റ് ഷുഗർകെയിൻ. കാരണം നമ്മൾ സൺലൈറ്റിൽ, ഹെവി സൺലൈറ്റിൽ പുറത്തു പോകുമ്പോൾ മേജർലി പ്രിഫർ ചെയ്യുന്ന മറ്റൊരു സാധനമാണ് ഷുഗർകെയിൻ ജ്യൂസ് അല്ലേ. ബട്ട് ഇറ്റ് ഇസ് എ ഖാരിഫ് ക്രോപ്പ്. റിമെമ്പർ ദാറ്റ് ഇറ്റ് ഇസ് സോൺ ഡ്യൂറിംഗ് ദ monsoon season. So it is a kharif crop. So which are the oil seeds? Groundnut and soya bean. Which are the fiber crops? Cotton, jute. Then which are the pulses? Tur, moong, urud. And the cereals? Paddy and maize. So ഈ 5 category, sugarcane also. ഈ 5 category ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. So which are the states? On the coastal side, പിന്നെ on the southern side. So southern side ലെ സ്റ്റേറ്റ് ഏതൊക്കെയാണ് നമുക്ക് കാണാൻ പാടും. രാത്രി വിളിച്ച് ചോദിച്ചാലും അറിയായിരിക്കുമല്ലേ. So which are the southern states? കേരള, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. That we have completed. ഈ യു പിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, രണ്ടിടത്തുണ്ട്. യു പി കുറച്ച് അവിടെയുണ്ട്, കുറച്ച് ഇവിടെയുണ്ട്. So UP is there. പിന്നെ യു പിയുടെ പരിസരത്തുള്ള സ്റ്റേറ്റ്, യു പിക്ക് അപ്പുറം ബീഹാർ is there. Then we have Maharashtra, West Bengal, Assam and Odisha. We have West Bengal, Maharashtra, Assam and Odisha. ഇത് പഠിക്കാൻ ഒരു കൂടൊക്കെ ഉണ്ടായിരുന്നു. ഈ BMW എന്നൊരു സാധനമുണ്ട്. ബീഹാർ, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ. അപ്പോ എന്നൊരു സാധനം വെച്ച് നമ്മൾ ഈ വെസ്റ്റേണിലെ പഠിക്കും. പക്ഷെ നമുക്ക് സൗത്ത് ഇന്ത്യ അറിയാലോ. അവർക്കത്തെ വിളിച്ച് ചോദിച്ചാൽ BMW കഴിഞ്ഞു പിന്നെ മിച്ചം നിൽക്കുന്നത് ഒന്ന് ആസാമും പിന്നെ ഒന്ന് യു പിയും ഒഡീഷയുമാണ്. AUO. ഈ 3 സാധനങ്ങൾ മാത്രമേ UAO എന്നോ അങ്ങനെ എന്തെങ്കിലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാകുന്നു. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ സ്റ്റേറ്റ്സ്. ഒന്ന് സൗത്ത് ഇന്ത്യയിലെ മേജർ സ്റ്റേറ്റ്സ്, പിന്നെ കോസ്റ്റൽ റീജിയൻസ് ആസാം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. Then in this side we have Maharashtra, in the center UP and Bihar. So these are the major states under Kharif crop. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഈ സാധനം അത്യാവശ്യം നന്നായിട്ട് തറവായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഒരുവിധം കംപ്ലീറ്റ് ആണ്. കാരണം ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് ആണ് പിന്നീട് വരുന്നത്. സോ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ കോട്ടൺ എന്നുള്ള ഒരു പോർഷൻ പഠിച്ചില്ലെങ്കിലും 1 മാർക്ക് ക്വസ്റ്റ്യനിൽ കോട്ടൺ വളരാൻ വേണ്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, കോട്ടൺ ഒരു ഖാരിഫ് ക്രോപ്പ് ആണെന്ന് അറിയുന്നവർക്ക് ഖാരിഫ് സീസണിന്റെ ഫീച്ചേഴ്സ് എഴുതാം അല്ലെ. കോട്ടൺ ഇസ് സോൺ ഓൺ മൺസൂൺ ആൻഡ് ഇറ്റ് ഇസ് ഹാർവെസ്റ്റഡ് ഇൻ ദ സമ്മർ സീസൺ ഓർ നിയർ ബൈ ഒക്ടോബർ, സെപ്റ്റംബർ. അതൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുവിധം പിടിച്ചെടുക്കാം. സോ ബി തറോ വിത്ത് ദിസ് ടേബിൾ. ഈ ടേബിൾ ഭയങ്കരമായിട്ട് തറോ ആയിരിക്കണം. സോ നൗ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് സെഷൻ. ഈച്ച് ക്രോപ്പ്, ഇതുവരെ പഠിച്ചതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്രോപ്പുകളെ, കുറെ ക്രോപ്പുകളെ പറ്റി പഠിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റൈസും വീറ്റും. ഒരുപാട് എക്സാംസിന് കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ടോപ്പിക് ആണ് റൈസ് ആൻഡ് വീറ്റ്. So rice, staple food crop of majority people in India, we know that. And India is the second largest producer of rice. India is the second largest
India is the second largest producer of rice in the world after China. First China, then India. So, എന്തൊക്കെയാണ് geographical conditions? ഇവിടെ നമുക്കറിയാം ഖാരിഫ് ക്രോപ്പ് ആണ്. Okay. ഇവിടെ നമുക്കറിയാം ഖാരിഫ് ക്രോപ്പ് ആണ്. So it requires high temperature. ഒരുവിധം നമ്മുടെ atmospheric temperature ആലോചിച്ച് 25 degrees Celsius. High humidity with annual rainfall above 100 centimeter. Areas of less rainfall, irrigation വെച്ച് നമ്മൾ പിടിച്ചു നിൽക്കും. ഖാരിഫ് ആണ്, high temperature, high humidity, high rainfall. Rainfall less regions, we will be adjusting with or cultivating with irrigation. So the next important crop, or the rice growing regions, plains of north and northeastern India. Plains of north, extreme north and northwestern, plains of north and northeastern India, coastal region and deltaic regions. These are the major rice growing zone. So less rainfall, നമ്മൾ canal irrigation and tubewells വെച്ച് പിടിച്ചു നിൽക്കും. അങ്ങനെ പിടിച്ചു നിൽക്കുന്ന കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ യു പി ആൻഡ് രാജസ്ഥാൻ. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഈ ഏരിയകളിലെ റൈസ് ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആണ് മേജർലി. കാരണം അവർക്ക് ഇത് സ്റ്റേപ്പിൾ ഡയറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല, അവർ നെക്സ്റ്റ് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് മേജർലി. സോ ഇൻ ലെസ് റെയിൻഫോൾ ഏരിയാസ് കനാൽ ഇറിഗേഷൻ, മേജർ റൈസ് ഗ്രോയിങ് ഏരിയാസ് നോർത്ത്, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, കോസ്റ്റൽ ഏരിയാസ്, ഡെൽറ്റൈക് റീജിയൻ. വാട്ട് അബൌട്ട് വീറ്റ്? Second most important cereal crop and the food crop in north and northwestern India. Wheat is the crop. Rabi crop and wheat. Wheat is a rabi crop. And what are the geographical conditions? Rabi conditions, cool growing seasons and bright sunshine at the time of ripening. Harvest and breaking bright sunshine. Athikam rainfall on the venda. For rice, we need more than 100 centimeter, but here we only need 50 to 75 centimeter, evenly distributed in growing seasons. Growing seasons, evenly distributed at 50 to 75 centimeter of rainfall. So, wheat growing zones are the Ganga Satluj plains in the northwest, then the black soil region of Deccan. This is the black soil and the Ganga Satluj plains. And which are the major wheat producing states? ഖാരിഫ് ക്രോപ്സിന്റെ സ്റ്റേറ്റ്സ് ഒരുവിധം ഓർത്തോവെച്ചാൽ ഇത് പഠിക്കാൻ പറ്റും. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അറിയാം. ദെൻ എക്സ്ട്രാ വരുന്നത് മധ്യപ്രദേശ്, ബീഹാർ ആൻഡ് രാജസ്ഥാൻ ആണ്. ഇത്ര ഡീറ്റെയിൽ നിങ്ങളോട് ചോദിക്കില്ല. മേ ബി ഇതൊരു 1 word 2 marks or 3 marks ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീറ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്നൊക്കെ ചോദിച്ചാൽ ഒരു 3 പേരെങ്കിലും ഓർത്തു വെക്കാം. 3 റീജിയൻസ്, 3 സ്റ്റേറ്റ് എങ്കിലും ഓർത്തു വെക്കാം. സോ വി ക്യാൻ ഈസിലി സ്റ്റേ പഞ്ചാബ്, ഹരിയാന ആൻഡ് ഉത്തർപ്രദേശ് ആസ് വെൽ ആസ് മധ്യപ്രദേശ്, ബീഹാർ ആൻഡ് രാജസ്ഥാൻ. അത് ഓർത്തില്ലെങ്കിലും ആദ്യത്തെ 3 ഓർത്ത് വെച്ചോളൂ. Okay, now we are going to the next thing, millets. Millets is also known as coarse grain. What do you mean by coarse grain? Coarse എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ it means like hard, capability to be hard or core, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ്. So millets is also like that. It is high nutritional content and capable to grow in drought and poor soil fertile conditions. Poor fertility ulla soil, heavy drought varuna situations il millet varum. So we are looking forward with millets as a future crop that can satisfy us even in this global warming, climatic change. നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ വല്ലാണ്ട് ചേഞ്ച് ആവണല്ലേ. മഴ കിട്ടുന്ന സമയത്ത് മഴ കിട്ടുന്നില്ല, വെയിൽ ചുട്ടുകൊള്ളുന്നു. So in these conditions millet is a solution for us. Because millet can withstand drought and poor fertile conditions. So which are the major millets in India? Jowar, bajra and ragi. And ragi is rich in nutrients. അമ്മമാര് പണ്ട് കുറുകൊക്കെ പിടിച്ചു കയറ്റി വായി കുത്തി തിരികെ തരുന്ന സാധനമാണ് ഈ റാഗി. റാഗിയൊക്കെ കുടിച്ചിട്ടില്ല, മുത്താറി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. സോ റാഗി കുടിച്ചിട്ടില്ലാണ്ട് വളർന്നവരൊക്കെ ഇവിടെ കുറച്ച് കുറവായിരിക്കും. So 3 major things: jowar, bajra and ragi. So what are the features of these 3 millets? Jowar is the 3rd most important food crop and it is a kharif crop. Major leading producer Maharashtra. Bajra case it is grown in black soil, shallow soil, sandy soils. These soils are very important ആയിരിക്കില്ല, but still you have to look into that: sand soil, shallow soil and black soil. Then Rajasthan is the largest producer. What about ragi? It's a dry crop. Karnataka is the leading producer. Ragi in the south like Karnataka, bajra Rajasthan, jowar Maharashtra. Yes, maize. Maize is a crop always known as food and fodder. You can be used both as food and fodder. Namukkum tindam, mrigangalkkum kodukkum.
and it is a kharif crop and temperature is needed between 21 degrees Celsius to 27 degrees Celsius. Alluvial soil ആണ് കൂടുതൽ വളരുന്നത്. ഇത് kharif crop ആണെങ്കിലും ബീഹാറിൽ it is a rabi crop. That is a rabi crop in Bihar. ചില ക്രോപ്പുകൾ ചില ഏരിയസ് അനുസരിച്ച് അതിന്റെ പാറ്റേൺ മാറും. So major state that cultivators UP, MP, ഖാരിഫ് ക്രോപ്സിന്റെ സ്റ്റേറ്റുകൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. കർണാടക, എന്നിട്ടൊരു സദേൺ സ്റ്റേറ്റ്സ് ഏതെങ്കിലും സപ്പോസ് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി സദേൺ സ്റ്റേറ്റ്സ് ഓർത്ത് വെച്ചോളൂ. So food crops other than grains. ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ ഫുഡ് ക്രോപ്സ് ആണ്, ഗ്രെയിൻസ് ഉള്ള ഫുഡ് ക്രോപ്സ് ആണ് അല്ലെ. So there are other food crops which is not grains. അത് ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ, oil seeds, tea, coffee and horticulture. Horticulture means fruits and vegetables. Horticulture means fruits and vegetables. ഈ 5 സാധനങ്ങളെ പറ്റി we are going to discuss about these 5 varieties. Yes, sugar cane. Sugar cane, yes. So it's a tropical and subtropical crop. Tropical and subtropical region ആണ്. Hot and humid climate ആണ്. So hot and humid ആവുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചറും റെയിൻഫോളും ഒക്കെ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് എല്ലാ സാധനങ്ങൾക്കും. And lowest rainfall ഉള്ള regions irrigation will support. Long duration crop ആണ്. ഞാൻ പറഞ്ഞ ഒരു വർഷമൊക്കെ എടുക്കും ഈ സാധനം ഒന്ന് കയ്യിൽ കിട്ടാൻ. Yes. And India is the second largest producer of sugar cane. നമ്മൾ ഷുഗർ പഞ്ചാര അടിക്കുന്ന കാര്യത്തിലും അത്ര മോശമൊന്നുമല്ല ഗൈസ്. ഓക്കെ, സോ വിച്ച് ആർ ദ സ്റ്റേറ്റ്സ്? പഞ്ചാബ്, ഹരിയാന, ബീഹാർ, പിന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക. പഞ്ചാബ്, ഹരിയാന, ബീഹാർ, യു പി, മഹാരാഷ്ട്ര. ദെൻ സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആൻഡ് കർണാടക. ദീസ് ആർ ദ മേജർ സ്റ്റേറ്റ്സ് where sugarcane is cultivated. Yes. So then we are moving to our oil seeds. നമ്മുടെ ടോട്ടൽ കൾട്ടിവേഷനിൽ 12.7% ഓഫ് ഏരിയ ക്രോപ്പ് ചെയ്യുന്നത് ഈ ഓയിൽ സീഡ്സ് ആണ്. സോ വിച്ച് ആർ ദ മേജർ ഓയിൽ സീഡ്സ്? ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ്, കോക്കനട്ട്, സീസം, അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. സോ വാട്ട് ആർ ദ യൂസസ്? 2 യൂസസ് ഇസ് ദർ. ഒന്ന് കുക്കിംഗ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യും, പിന്നെ ഒന്ന് റോ മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിങ് സോപ്സ്, ഓയിൻമെന്റ്സ് ആൻഡ് കോസ്മെറ്റിക്സ്. കഴിക്കാൻ മാത്രമല്ല നമുക്ക് ഈ സാധനങ്ങളുടെയൊക്കെ മാനുഫാക്ചറിങ്ങിലും ഓയിൽ സീഡ്സ് യൂസ് ചെയ്യും. 2018 India was the second largest producer of groundnut and third producer of rapeseeds. That might not be that much important, but still ഒരു ഓടിച്ചങ്ങ് പോക്കെ MCQ ചോദിച്ചാൽ നമ്മൾ പെടണ്ടല്ലോ. Okay, yes. So next one is tea. Tea plantation agriculture ആണ് അറിയാം. Important beverage crop ആണ്. മറ്റേ സാധനമല്ല, ഇത് കുടിക്കുന്ന ബിവറേജ്, മറ്റേത് കുടിക്കുന്നതാണല്ലോ അല്ലെ. ബിവറേജ് ക്രോപ്പ് ആണ്. ഇതുകൊണ്ട് ഓർത്ത് വെച്ചോളട്ടെ. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ്. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ്. സോ വാട്ട് ദ സോയിൽ ഫെർട്ടിലിറ്റി? വാട്ട് ഇസ് ദ സോയിൽ കണ്ടീഷൻ? ഡീപ്, ഫെർട്ടൈൽ, വെൽ ഡ്രെയിൻഡ് സോയിൽ. So this might be asked for assertion reason or MCQ type questions like is tea cultivated in a fertile soil with water retain capacity? അങ്ങനെ ചോദിച്ചാൽ സോയിൽ വിത്ത് ഫെർട്ടൈൽ ഡീപ്പ് ഒക്കെ കണ്ടിട്ട് വാട്ടർ റിട്ടേൺ കാണുമ്പോൾ ടിക്കിട്ട് പോകരുത്. വാട്ടർ ഡ്രെയിനിങ് കപ്പാസിറ്റി ഉള്ള സോയിലാണ്, വലിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉള്ള സോയിലാണ് ടീ കൾട്ടിവേഷൻ ഇസ് പോസിബിൾ. ആൻഡ് ഇറ്റ് ഷുഡ് ബി റിച്ച് ഇൻ ഹ്യൂമസ് ആൻഡ് ഓർഗാനിക് മാറ്റർ. വാം ആൻഡ് മോയ്സ്റ്റ് ഫ്രീ ക്ലൈമറ്റ് ആണ്. ഫ്രീക്വന്റ് ഷവേഴ്സ് വേണം. ലേബർ ഇന്റൻസീവ് ആണ്. ഇഷ്ടംപോലെ ലേബേഴ്സ് ടീ എസ്റ്റേറ്റ്സുകളിൽ പണിയെടുക്കുന്നത് നമുക്കറിയാം. വിച്ച് ആർ ദ മേജർ റീജിയൻസ്? ആസാം, ഹിൽസ് ഓഫ് ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കേരള ഒക്കെ ടീ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയാസ് ആണ്. ഇൻ 2018 ഇന്ത്യ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ. എല്ലായിടത്തും ഇന്ത്യ ഒന്നെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആണ്. യെസ്. സോ കോഫി. And Indian coffee is known in the world for its good quality. ഏറ്റവും ക്വാളിറ്റി ഉള്ള കോഫി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ കോഫിയാണ്. ആൻഡ് ദ കോഫി വി യൂസസ് an Arabian, it's from യമനിൽ നിന്ന് വരുന്ന അറേബിക്ക എന്നുള്ള കോഫിയാണ് we cultivate it. It is introduced on Baba Budan Hills. Important. It is introduced on where its cultivation started first in Baba Budan Hills. ഈ കാണുന്നതാണ് കാപ്പിക്കുരു. കോഫി ബീൻസിന്റെ ഇത് പറിച്ച് ഉണക്കി എടുത്തു വരുന്നതാണ് the coffee beans that we powder and use it as a coffee powder. Yes. So major regions, Nilgiri Hills in Karnataka, Kerala and Tamil Nadu. South Indian region lana Nilgiri Hills in Karnataka, Kerala and Tamil Nadu. Baba Budan Hills lana first introduced ആയത്. Yes. Horticulture crops, fruits and vegetables ആണ്. ഇവിടെയും ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് ഏതൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാലോ അല്ലെ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്. മാംഗോ, ബനാന, ആപ്പിൾ, ഓറഞ്ച്. നാഗ്പൂരിലെ ഓറഞ്ച്, ഹിമാചലിലെ ആപ്പിൾ, ഇതൊക്കെ സൗത്ത് ഇന്ത്യയിലെ ബനാന. ദീസ് ആർ ദ ഫേമസ് ഐറ്റംസ്. Yes, India is an important producer of not only fruits but the vegetables such as pea, cauliflower, onion, cabbage,
tomato, brinjal and potato. സോ ഇത് നമുക്ക് അത്യാവശ്യം നമ്മുടെ പച്ചക്കറി കടകളിൽ ഒരുവിധം കാണപ്പെടുന്ന സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. ദെൻ നോൺ ഫുഡ് ക്രോപ്സ്. ഇത്ര നേരം നമ്മൾ ഫുഡ് ഗ്രെയിൻസ് പറഞ്ഞു, ഫുഡ് ഗ്രെയിൻസ് അല്ലാത്ത ഫുഡ് ക്രോപ്സ് പറഞ്ഞു. നൗ വി ആർ മൂവിങ് ടു നോൺ ഫുഡ് ക്രോപ്സ്. റബ്ബർ ആൻഡ് ഫൈബർ ക്രോപ്പ്. ഫൈബർ ക്രോപ്പ് രണ്ടെണ്ണം ഉണ്ട്, കോട്ടൺ ആൻഡ് ജൂട്ട്. വി ഹാവ് ടു ഫൈബർ ക്രോപ്സ്, കോട്ടൺ ആൻഡ് ജൂട്ട്. സോ റബ്ബർ. സോ റബ്ബർ ഇസ് an equatorial crop. Tropical, subtropical regionil വളരുന്നു. And the moist and humid climate with rainfall more than 200 centimeter. അത്യാവശ്യം നല്ല moist and humid regions ആണ്. Temperature about 25 degrees Celsius. And it is an important raw material for industry. Rubber is exclusively a cash crop. Rubber ഒരിക്കൽ പോലും നമ്മൾ subsistence crop ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. It's an exclusively cash crop. Only cultivated directly for industry. And which are the major regions? Kerala, Tamil Nadu, again in the South Indian regions, and also some Meghalaya, northeastern part under Andaman and Nicobar Islands. Kerala, Tamil Nadu, Karnataka in the south, Andaman and Nicobar Islands, and Garu Hills in Meghalaya. So equatorial crop ആണ് നമുക്കറിയാം. Tropical, subtropical areas. Exclusively ഈ tropical, subtropical area geographical conditions we know moist ആയിരിക്കും, humid climate ആയിരിക്കും. Huge rainfall ഉണ്ടാകും. Rainfall amount will be increased and with temperature will also be high. So ഈ കാര്യങ്ങളൊക്കെ റബ്ബറിലേക്ക് ഓർത്തു വെച്ചോളൂ. Yes, cotton. So cotton is a kharif crop നമ്മൾ പഠിച്ചു. Then India believed to be the original home of cotton plant. Cotton plant ആദ്യമായി നമ്മുടെ സ്വന്തം സാധനമാണ് എന്നാണ് we believe. And the world also believes so. So cotton is believed to be the original home. India is believed to be the original home of cotton plant. In 2017, India was the second largest producer after China. Kore സ്ഥലങ്ങളിൽ India is after China. Yes. So what are the features of cotton? Black cotton soil വേണം, Deccan Plateau. So high temperature, light rainfall അല്ലെങ്കിൽ irrigation. Then 210 frost-free days, bright sunshine. It's 6 to 8 months it will take to mature. Which are the major regions that cotton is cultivated? ഒരു northern portions ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ സൗത്തിലെ കുറച്ച് നോർത്തേൺ ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ്, അതായത് കുറച്ച് ഡ്രൈ ഏരിയാസ് ഉള്ള ബ്ലാക്ക് കോട്ടൺ സോയിൽ ആൻഡ് ഡ്രൈ ഏരിയാസ് പോസിബിൾ ആയിട്ടുള്ള റീജിയൻസിലൊക്കെയാണ് മേജർലി കോട്ടൺ ഗ്രോ ചെയ്യുന്നത്. സോ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് സെൻട്രൽ പോർഷൻ, ആൻഡ് അപ്പർ ദാറ്റ് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. സോ ഇത്രയും പോർഷൻസ് കവർ ചെയ്തു. മുകളിൽ പഞ്ചാബും ഹരിയാനയും ഈ സൈഡിൽ ഉത്തർപ്രദേശും. പിന്നെ ഒരു മിഡിൽ പോർഷൻസിലേക്ക് വരുമ്പം മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് മധ്യപ്രദേശ്. ദെൻ ഇൻ ദ സദേൺ പോർഷൻ ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കർണാടക. കേരള ഒഴികെ ബാക്കി 4 സ്റ്റേറ്റിലുണ്ട്. In the southern portion, apart from Kerala, all the other states, all the 4 states are cultivating cotton. And in the northern portion and in the middle India, center portion of India. Okay. Then jute. ജൂട്ട് നമുക്ക് പരിചയമുണ്ട്. ജൂട്ടിന് ടെക്സ്റ്റൈൽസ് ഉണ്ട്, ജൂട്ട് ബാഗ്, അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ജൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ഗോൾഡൻ ഫൈബർ. സോ വിച്ച് ഇസ് എ ക്രോപ്പ് നോൺ ആസ് ഗോൾഡൻ ഫൈബർ ഫ്രം ദ ഫോളോയിങ്? ചൂസ് ഫ്രം ദ ഫോളോയിങ് ദ ക്രോപ്പ് നോൺ ആസ് ഗോൾഡൻ ഫൈബർ എന്നൊക്കെ ചോദിച്ച MCQ വന്നാൽ you have to choose jute. And what is the conditions for jute? Well drained fertile soil. ടീയുടെ കാര്യം പറഞ്ഞ പോലെ well drained fertile soils in the flood plains. അതായത് ഫ്ലഡ് പ്ലെയിൻസിൽ എല്ലാ വർഷവും every year the soil will be renewed. So they need well drained fertile soil, high temperature. Which are the major area? ഈ drained fertile soils ഒക്കെ ഉള്ള ഒരു ഏരിയ, ഈ ഒരു കോസ്റ്റൽ പ്ലെയിൻ, ആ സൈഡിലുള്ള ഒരു കോസ്റ്റൽ പ്ലെയിൻ ആലോചിക്കുക. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, ഒഡീഷ ആൻഡ് മേഘാലയ. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം ആൻഡ് മേഘാലയ. ഇങ്ങനെ പൊക്കോളാം. ഈ ഒരു സൈഡ് കോസ്റ്റൽ റീജിയൻ പിടിച്ചിങ്ങനെ ഈ ഒരു സൈഡ് ഈസ്റ്റേൺ സൈഡ് പിടിച്ചു പോയാൽ ഏകദേശം ജൂട്ട് ഉള്ള ഏരിയാസ് ഒക്കെയാണ്. സോ ബിക്കോസ് ഓഫ് ദ സിന്തറ്റിക് നൈലോൺ, ഹൈ കോസ്റ്റ് ഓഫ് ജൂട്ട്, the high cost of jute, it is losing market. ഒന്ന് ജൂട്ടിന് വില കൂടുതലാണ്, പിന്നെ we have synthetic nylon. These 2 factors are decreasing the need of or the market demand of jute. So challenges faced by agriculture. നമുക്ക് എന്ത് പറഞ്ഞാലും അവസാനം പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മുടെ സോഷ്യലുകാരുടെ ഒരു, നമ്മൾ 2 തരത്തിലാണ്. ഒരു കാര്യത്തിൽ ഇങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ മുകളിലെത്തുമ്പോൾ നമ്മൾ പറയും ബാ മോനെ ഇറങ്ങിക്കോ, കുറെ പ്രസിഡന്റ് ചേച്ചി ശരിയാക്കി തരാം ബാ. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ സൊല്യൂഷനും പറയും, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഒക്കെ സെറ്റാണ്. സോ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ഡീൽ ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചർ? ഒന്ന്, സസ്റ്റെയിൻഡ് യൂസ് ഓഫ് ലാൻഡ് വിത്തൗട്ട് കോമ്പാറ്റബിൾ
techno-institutional changes. What do you mean by that? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലാൻഡ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ടെക്നോളജിക്കൽ അല്ലെങ്കിൽ അതിന്റെ മെത്തേഡൽ ചേഞ്ചസ് നമ്മൾ ആസ് പെർ പീരിയഡ് വി ആർ നോട്ട് അപ്ഡേറ്റിംഗ്. നമ്മൾ ഒരു ഫോൺ മേടിച്ചു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതെ എത്ര കാലം കൊണ്ടു നടക്കും? സിമിലർ സിസ്റ്റം. ഒരു സാധനം നമ്മൾ വി ആർ ഫോളോയിങ് അഗ്രികൾച്ചറിന്റെ പെർട്ടിക്കുലർ ലാൻഡ് ഓരോ ഏരിയാസ് ഓഫ് ലാൻഡ്, അവിടെ നമ്മൾ നമ്മുടെ ടെക്നോളജി മെത്തേഡ്സ് അപ്ഡേറ്റ് ചെയ്യാതെ കൊണ്ട് നടക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. Then limitation to satisfy the demand of growing populations. നമ്മുടെ ഫാമേഴ്സ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും ഈ കുത്തനെ കയറ്റുന്ന പോപ്പുലേഷന് തിന്നാൻ കൊടുക്കാനുള്ള വക ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. So the demand of growing population is not satisfied. Why? Since majority of the farmers are still depending upon monsoon and natural fertility. അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും മോഡേൺ ഹൈബ്രിഡ് വെറൈറ്റി സീഡ്സിനും ഒക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, നമുക്ക് രണ്ട് വശം ഉണ്ടല്ലോ. വി ആർ ഇൻ ദ സെന്റർ ആൻഡ് സോഷ്യൽ സയൻസ് സ്റ്റുഡൻസ് ആർ ഓൾവേസ് ഇൻ ദ സെന്റേഴ്സ്. സയൻസ് ഇങ്ങനെ പൊക്കി പറയും ഹൈബ്രിഡ് വെറൈറ്റി സീഡ്സിനെ, ആൻഡ് വി വിൽ ബി സം ഫേസ് വി വാണ്ട് ടു സപ്പോർട്ട് ദാറ്റ്. ഇൻ ദ അതർ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അടുത്ത പാഠത്തിൽ പഠിക്കും എൻവിറോൺമെന്റൽ ഡീഗ്രഡേഷൻ യൂസിങ് ബിക്കോസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, എൻവിറോൺമെന്റൽ പൊല്യൂഷൻസ് ബിക്കോസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. സോ ഇറ്റ് ഹാവ് ബോത്ത് ഫേസസ്. So ഇതിനെ ഒരു sustainable methodലൂടെ we have to adapt and we have to improve our agriculture because India have to improve its agriculture because our population is growing. So we can't let the whole population starve. So we have to support the whole population. So what are the solutions for that? One is collectivization, consolidation of holdings, cooperation. What are these three things? Nothing. We learned that the agricultural land is inherited. So one father is there, he had 10 children. Okay, 10 is something more. Okay, 5 children and 10 acres of land is split between them. And this 5 acres ഓരോരുത്തരും കുറച്ച് 2 acre 2 acre 2 acre ലാൻഡിൽ പല കൾട്ടിവേഷൻസ് നടത്തുമ്പോൾ it can't produce that much here. If it is collectively holded and if we are cultivating this 10 acres, even if we are applying multi-cropping, hybrid varieties of seeds, irrigation facilities ഒക്കെ എത്താൻ കുറച്ചും കൂടെ ഈസിയാണ്. So these factors, that is collectivization. എല്ലാവരെയും കൂട്ടി ഒരു ലാൻഡ് ഒരു പെർട്ടിക്കുലർ ഏരിയാസിൽ കുറെ സ്മോൾ പാർച്ച്മെന്റ്സ് അല്ലാതെ കളക്റ്റീവ് ആയിട്ടൊരു ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യാം. ദെൻ കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിങ്സ്, ഓരോരുത്തരുടെയും ഹോൾഡിങ്സ് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വി ആർ കൾട്ടിവേഷൻ. കോപ്പറേഷൻ, ഒരു ഏരിയയിലുള്ള ഫാമേഴ്സ് എല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്ത് കൾട്ടിവേറ്റ്. വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് കോപ്പറേഷൻ? ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഈസി ആയിട്ട് നടത്താൻ പറ്റും, സബ്സിഡീസ് അവൈലബിൾ ആകാൻ, അല്ലെങ്കിൽ മച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. അല്ലാതെ രണ്ടുപേരും എന്റെ പറമ്പിൽ നിന്ന് ബണ്ട് ഞാൻ തുറന്ന് തരത്തില്ല അന്നും പറഞ്ഞുകൊണ്ട് അപ്പുറം നിന്ന് അപ്പുറത്തെ പറമ്പിൽ കൃഷി നടക്കുകയല്ല. That is a problem. So we need cooperation to build agriculture. So and the second one, third, fourth one is abolition of zamindari. നമ്മൾ അവിടുത്തെ മീഡിയേറ്റേഴ്സിന് നിന്ന് കുറെ സാധനങ്ങൾ പോകാതെ farmers should get all the things they need. So abolition of zamindari, and the government tried to implement all these things, so all these 4 things. And later, after our independence, government started to give priority to bring institutional reforms in the country. Like agricultural field, institutional reforms konduvaran vendi the government was giving more priority. So land reform was the main focus of our first year plan. First 5-year plan inde one of the main focus ആയിരുന്നു land reforms. അതിന്റെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗ്രീൻ റെവല്യൂഷൻസ് ഒക്കെ വരുന്നത് അല്ലേ. സോ ലാൻഡ് റിഫോം വാസ് ദ ഫസ്റ്റ് 5-year പ്ലാന്റെ മെയിൻ ഫോക്കസ് ആയിരുന്നു. വൈ? ബിക്കോസ് ഒന്ന്, ഇന്ത്യ എക്കണോമിക്കലി ഭയങ്കര താഴെയാണ്. ദെൻ വി ഹാവ് എ ഹ്യൂജ് പോപ്പുലേഷൻ ടു ഫീഡ്. എന്നടുക്ക് നമ്മൾ ഒരുവിധം ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയതിന്റെ ക്ഷീണത്തിൽ നിൽക്കുകയാണ്. ഇവർ എന്തൊക്കെയോ ചെയ്തിട്ടങ്ങ് പോയി. സോ നമ്മൾ ഇതിങ്ങനെ എണീറ്റ് വരണമെങ്കിൽ ഫസ്റ്റ് എനർജിക്കുള്ള സാധനം കൊടുക്കണം. അതിന് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി, എല്ലാവരും പട്ടിണി കിടക്കുന്നില്ല. We have to ensure that no one is starving. We have to ensure that enough food resources is there for each and every individual of a country. So for that, land reforms came. So what are the actions taken? 1960s to 70s agricultural reforms were. Green revolution, white revolution, idokka vannu. But what is the negative effect is that this development concentrated in a few selected areas. Or ee developments okka sambhavichu, പക്ഷെ കുറച്ച് ഏരിയകളിൽ മാത്രം നടന്നു. It was not a wide scale. It does not reach nook and corners of our country. Or it does not reach every rural areas of our country. So agricultural reforms came in 1960s and 70s. Green revolution and white revolution happened, but this development concentrated into a few selected areas.
So in 1980s, a comprehensive land development program came. A comprehensive land development program came. So it was like institutional as well as technological. ഒരു മെത്തേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ പലതരം മെത്തേഡ്സിലൂടെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. So what was the result of what was the actions taken under this land development program? അതൊക്കെയാണ് ഇത്. ഈ പരിപാടികളൊക്കെ ഇതിന്റെ അണ്ടറിൽ ചെയ്തതാ. ഒന്ന്, ക്രോപ്പ് ഇൻഷുറൻസ് കൊടുക്കാൻ തുടങ്ങി. So the farmers will not be burdened by the debt when a crop failure happens because of drought, floods, cyclones, fire, diseases. ചെടികൾക്ക് സംഭവിക്കുന്നത് അഗ്രികൾച്ചർ ഫീൽഡിൽ വരുന്ന ഡിസീസസ്, സ്പ്രെഡിംഗ് ഡിസീസസ്. These 5 reasons they started to provide insurance. ക്രോപ്പ് ഇൻഷുറൻസ് കൊടുക്കാൻ തുടങ്ങി. Then establishment of Grameen banks and cooperative societies and banks. Cooperative societies, Grameen banks ഒക്കെ establish ചെയ്തു. For what? Providing loans to the farmers at low rate of interest. നമ്മൾ ഈ കുടുംബശ്രീയിലൊക്കെ within themselves they are providing loans with low rate of interest. Similar property came also in the Grameen bank, cooperative societies and the banks to provide loan for the low rate of interest. So what will that? More the farmers will have the capability to do agriculture continuously. ഒരു ക്രോപ്പ് ഫെയിലർ കഴിഞ്ഞ് അടുത്ത കൃഷി ഇറക്കാൻ വയ്യാതെ നോക്കി നിൽക്കില്ല. They can have a backup support to get a loan to do the agriculture. So the flow of agriculture will not be stopped by any of these calamities. So provisions of crop insurance, then banks to ensure or to provide loans to the farmers at low rate of interest. ഇത് മാത്രമല്ല, അത് ലാൻഡ് റിഫോർമേഷൻ, കോംപ്രിഹെൻസീവ് ലാൻഡ് ഡെവലപ്മെന്റിന്റെ അണ്ടറിൽ വന്ന സ്കീംസ് ആണ് 1980s. അത് കൂടാതെ became more other schemes like Kisan Card, Kisan Credit Card, Personal Accident Insurance Scheme. Like we are upgrading the individual facilities of a farmer because farmers are asset to our country. നമ്മളൊരു ഇന്ത്യൻ പ്രസിഡന്റിന് കുറെ പ്രൊട്ടക്ഷൻ കൊടുക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അതേപോലെ ഹൈ ലെവലിൽ നിൽക്കുന്ന റിസർച്ച് സയന്റിസ്റ്റുകൾക്കൊക്കെ, ബിക്കോസ് ദേ ആർ ദ ബ്രെയിൻസ് ഓഫ് അവർ കൺട്രി ആൻഡ് ഫാമേഴ്സ് ആർ ദ ഫീഡിംഗ് സെക്ഷൻസ് ഓഫ് അവർ കൺട്രി. നാളെ ഒറ്റ ഫാമർ ഇല്ലെങ്കിൽ ലാബിൽ ഇഷ്ടംപോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കാം, ബട്ട് to implement that we need farmers. So they have given individual facilities, individual upraising from the debts and all other things. So they have given Kisan Card, personal accident insurance and also weather bulletins. നമ്മൾ പണ്ടത്തെ ദൂരദർശനൊക്കെ വെക്കുമ്പം രാമു ഞാൻ കേട്ടുപോയി എന്നൊക്കെ പറഞ്ഞൊരു കറക്റ്റ് എന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. അരുൺ സാറിന് ഓർമ്മയുണ്ട്? അരുൺ സാറെ, പണ്ടത്തെ ഒരു പരസ്യമില്ലേ, ഞാൻ ഇവിടെ പോയി എനിക്ക് അവിടുന്ന് വിത്ത് തന്നു, പിന്നെ ഉപഭോക്ത ഇത് കൃഷി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെ ഫെർട്ടിലൈസർ മിക്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം. സോ അഗ്രികൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് വെദർ ബുള്ളറ്റിൻസ്, വെദർ ഇൻഫർമേഷൻസ് കൊടുക്കാൻ തുടങ്ങി. അഗ്രികൾച്ചറൽ പ്രോഗ്രാംസ്, അതായത് റിസർച്ച് ലാബിൽ കണ്ടുപിടിച്ചാൽ മാത്രം പോലെ ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്താൽ ബെറ്റർ റിസൾട്ട്സ് കിട്ടുന്നത് താഴത്തേക്ക് എത്തണ്ടേ, ഉപയോഗിക്കുന്ന ആളുടെ കയ്യിലേക്ക് എത്തണ്ടേ. ഫോർ ദാറ്റ്, for reaching this information to the lower sections of the society or to the farmers, they have implemented awareness programs or agricultural programs like on radio and televisions. They have given awareness about the pesticides, fertilizers, new agricultural methods, how to sustain or how to withstand this particular climatic conditions, etc., etc., etc. So the government announces minimum support price. അതായത് താങ്ങുവില എന്ന് നമ്മൾ പറയും. The government announces minimum support price, remunerative and procurement prices for important crops, because to ensure that the farmers are not exploited by the middlemen and speculators. അതായത് we will be buying, a middleman will be buying a crop from a farmer and he will be charging less to the farmer and selling it in a high price in the market. So the farmer is exploited. He didn't receive the justified amount or the reasonable amount for his product, or the product is agriculture products, for his crop that he cultivated. To eradicate this condition, to eliminate this condition, the government has announced a minimum support price. This would be the price. Even if a calamity happened, or even if a crop failure happened, or if there is an extent crop production, calamity, crop failure, okay, the price will be increasing. What if the crop production is high?
then the price will be decreasing, right? So to maintain this fluctuation, the government announces minimum support price and also remunerative and procurement prices for the important crops to check the exploitation. The middlemen and the speculators. So these are the schemes that the government implemented. So under this chapter, what are the major topics that we covered? First one, types of farming, primitive, intensive and commercial. Then cropping patterns. It is Rabi, Zaid and Kharif. Rabi winter, cool, Zaid hot, and Kharif is a wet crop or monsoon seasons. Yes. So that cover edu. Then we have learned in detail about several food grains, which are the majorly important rice and wheat. Then we have also covered millets and maize. Then we moved into food non-food grains, like food crops other than grains, which was the sugarcane, oil seeds, sugarcane. Food crops, yes, oil seed, sugarcane, horticulture was there, tea, coffee. These are the major food crops, non-green food crops. That's majorly MCQs. But rice and wheat is important. Coffee and tea is also important. Questions in between, MCQ. Then we moved into rubber and cotton jute, these three crops. Now then we faced the challenges. This question challenges faced by agriculture. What are the actions taken? What are the solutions for that? And what are the actions taken by the government to ensure that or to eradicate these challenges or to eliminate these challenges? So this direct question ഒരു case study വന്നിട്ട് നിങ്ങളോട് ചോദിക്കാം. കുറേ പേർക്ക് case study ആണ് ബുദ്ധിമുട്ട്. ഡയറക്റ്റ് ആയിട്ട് ഒരു കേസ് സ്റ്റഡി വന്നിട്ട് ചോദിക്കാം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുക്കും. രാമും രാധയും കൂടെ സംസാരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ക്രോപ്പ് ഫെയിലിയർ ഇറ്റ് ഹാപ്പൻഡ്. സോ ഹൗ വി വിൽ ബി ഗോയിങ് ത്രൂ ദി സിറ്റുവേഷൻ വി ഡോണ്ട് നോ. സോ യു വിൽ ബി ആസ്ക്ഡ് ടു സ്റ്റേറ്റ് റെമഡീസ് ഫോർ ദാറ്റ്. ദെൻ യു ഹാവ് ടു സ്റ്റേറ്റ് ദാറ്റ് there is crop insurance, there is loans to ensure the next cropping is done, next farming method is implemented, and also you can enable more advanced crops, like you can improve your productivity by listening to the weather bulletins, agriculture programs, and also other. And we have a minimum support price to support all these things to eliminate exploitation. All these things have to be mentioned there. Ma'am, this പഠിപ്പിച്ചിട്ടില്ല. അയ്യോ ഇങ്ങനെ കേസ് സ്റ്റഡി ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് പരീക്ഷയുടെ തലേന്ന് പരീക്ഷ കഴിഞ്ഞു എന്നിട്ട് മാമേ ഇത് അറിയത്തില്ല എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കണ്ട. You have to be very thorough with that. So suddenly go through this chapter. Easy chapter അല്ലേ ഇപ്പൊ agriculture. ക്രോപ്പിംഗ് പാറ്റേണും ക്രോപ്പിംഗ് സീസൺസ് പഠിച്ചു കഴിഞ്ഞാൽ agriculture is an easy chapter. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സ്വന്തം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. പിന്നെ തള്ളാൻ നമ്മൾ മോശക്കാരല്ലല്ലോ. So it's time to say bye to you guys. So if you like this video, follow for more such videos. Then it's bye-bye. Thank you. Good night. Thank you all.